അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം മലയാളികൾ. ജാതിമത ഭേദമന്യേ എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിൽപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നത് അവരുടെ മതപരമായ ബാധ്യത കൂടിയാണ്. മതസംഘടനകൾ എല്ലാം മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. മസ്ജിദുകളും മദ്രസകളും എല്ലാം സ്വാഭാവികമായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്നു. ജുമാ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനകൾ ഉയരുന്നു. ഇങ്ങനെ വിശ്വാസികൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ദുരിതത്തിൽപ്പെട്ടവരെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സഹായിക്കുമ്പോൾ ചില സാമൂഹ്യ ദുരന്തങ്ങൾ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും മതവിശ്വാസത്തിൽ നിന്നും ആളുകളെ പുറത്തു കടത്തിയാൽ മതി എന്നാണ് ചില ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത്. ആ സാമൂഹ്യ ദുരന്തങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പ്രവർത്തിക്കുന്നവർ. നിങ്ങൾക്ക് പ്രാർത്ഥനയോട് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരാരും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സെക്യുലർ ഫാസിസമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്കെല്ലാം മറന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിട്ടിറങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.